എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്സുകൾ രണ്ട് രൂപത്തിലായിരിക്കും വരുന്നത്. ഒന്ന്, ഈ സൂം സെഷൻ, ഫുൾ സെഷൻ വീഡിയോ അല്ലെങ്കിൽ ഫുള്ള് നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് മെമ്പേഴ്സ് ഒൺലി എന്നുള്ള ഓപ്ഷനിലായിരിക്കും. അവിടെ ആയിരിക്കും ലോങ് വീഡിയോസ് ഉണ്ടാവുക. ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുമല്ലാതെ വേറൊരു വീഡിയോ ആയിരിക്കും റെക്കോർഡ് ചെയ്ത് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ 25 മിനിറ്റ്സ് വരെയുള്ള ഒരു വീഡിയോ ആയിരിക്കും യൂട്യൂബിൽ നോർമലി വരാൻ പോകുന്നത്. അത് ഞാൻ ശ്രമിക്കാം, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ശ്രമം. കാരണം അതിന് കാരണമുണ്ട്. യൂട്യൂബിൽ ലോങ് വീഡിയോസിന്റെ റെക്കമെൻഡേഷൻ കുറയുന്നു. അപ്പൊ നമുക്ക് 100,000 സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുന്നു. എന്നെ ക്ലാസ്സുകളിലേക്കാളും കൂടുതലായിട്ട് മറ്റു വീഡിയോകളായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നവരോട്, യൂട്യൂബ് കാണുന്ന ആൾക്കാരോടുള്ള റിക്വസ്റ്റ്, എല്ലാ ദിവസവും ഇനി ഇവിടെ സൂം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സമയം എപ്പോഴും ഒരേ സമയം തന്നെയാണ്, 8:30 മണിക്ക്. അത് ഇനി മുതൽ ഒൺലി മെമ്പേഴ്സിന് മാത്രമായിരിക്കും ഉണ്ടാവുക, പബ്ലിക് ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. പബ്ലിക് ഗ്രൂപ്പിലുള്ളവർ മെമ്പേഴ്സ് വന്നാൽ മാത്രമേ സൂം സെഷനിൽ പങ്കെടുന്നു. പബ്ലിക് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ അല്ലെ. ഇനി മെമ്പേഴ്സിലുള്ള, അപ്പോൾ എല്ലാവരും മെമ്പേഴ്സ് ഗ്രൂപ്പിലേക്ക് കയറാൻ നോക്കുക. ഞാൻ മെമ്പർഷിപ്പിന് ആകെ 101 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത് ചാരിറ്റി ഫണ്ടിലേക്കുള്ള പൈസയാണ്, ഞാനായിട്ട് എടുക്കുന്ന കാശല്ല. അതുകൊണ്ട് മെമ്പേഴ്സ് ഉള്ളിലേക്ക് നിൽക്കാൻ നോക്കുക. പലരും മെമ്പേഴ്സിൽ വന്നിട്ട് അതിന് എക്സിറ്റ് ചെയ്ത് പോയിട്ട് മറ്റേ ഗ്രൂപ്പിൽ നിൽക്കുന്നുണ്ട്. അബദ്ധത്തിൽ പോലും എക്സിറ്റ് ആയി പോരുത്. മെമ്പേഴ്സ് ഉള്ളിൽ നിൽക്കുക, അതിൽ മാത്രം നിൽക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, മെമ്പേഴ്സ് ഉള്ളിലേക്ക്. വലിയ കോഴ്സ് ജോയിൻ ചെയ്തവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പേഴ്സ് ഉള്ളിൽ ആഡ് ചെയ്യപ്പെടും. കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ മാത്രമേ 101 രൂപ കൊടുത്തിട്ട് മറ്റേതിൽ ചേരേണ്ടുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരും മെമ്പേഴ്സ് ഒൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മന്ത് 25 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു, 29 രൂപയോ മറ്റാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചാർജ് ചെയ്യുന്നത്. നമ്മളല്ല, യൂട്യൂബ് ചാർജ് ചെയ്യുന്നത്. അത് എടുത്തിട്ട് കാണുക. അപ്പൊ പരസ്യം ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇതും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് കാണാം. അതായിരിക്കും കൂടുതൽ. ചില വീഡിയോസ് മാത്രം ഞാൻ മറ്റേ നോർമലായിട്ട് ഇടാൻ ശ്രമിക്കാം, മറ്റുള്ളവർക്കെല്ലാം വേണ്ടി. അപ്പൊ എല്ലാവർക്കും അത് സമ്മതമാണെന്ന് കരുതുന്നു. എല്ലാവരും നിങ്ങൾ എന്നാൽ റെഡി ആണെങ്കിൽ, ക്ലാസ് റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി ടൈപ്പ് ചെയ്തോളൂ. ഹാപ്പി ആൻഡ് റെഡി ആണെങ്കിൽ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. പെട്ടെന്നായിരിക്കും, കാരണം എനിക്കിപ്പോൾ സമയം കൂടി പരിമിതമാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം ലേറ്റ് ആവുന്നു. നല്ല ട്രാഫിക് ജാമുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ ക്ലാസ് എടുത്ത് ഇനിയിപ്പോൾ മറ്റു ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങണം അല്ലെ. എല്ലാം കൂടി ഒപ്പിച്ചു പോകണം. അതുകൊണ്ടുള്ള പരിപാടികളാണ്. നല്ല ടൈറ്റാണ്, ഷെഡ്യൂള് നല്ല ടൈറ്റാണ്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സമഗ്രമായി, നമ്മുടെ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന ഒരു രഹസ്യ കാര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ, അല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകുന്ന ഒരു സംരക്ഷണ വലയത്തെ കുറിച്ചാണ്. ഏറെക്കുറെ രഹസ്യമായ ഒരു കാര്യം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് സന്തോഷം, അല്ലെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ ആരോഗ്യം. എന്നൊറ്റ വാക്ക് പറഞ്ഞ ആരോഗ്യം. ഇതെല്ലാം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആരോഗ്യം പ്രധാനമാകുന്നത്. അതിനെയാണ് പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ പുസ്തകത്തെ മനസ്സൊരു വിസ്മയത്തിൽ ആരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായി മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആയാൽ മാത്രമേ പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയുള്ളൂ. അപ്പൊ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ പറയുന്നത് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടായാൽ മാത്രമേ മനസ്സ് ആരോഗ്യത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന ഒരു രഹസ്യമായ ഒരു ലോകം നമുക്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രധാനമായ ആ ഭാഗത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയുന്നവർ ടൈപ്പ് ചെയ്തോളൂ. നമ്മുടെ ജീവിതത്തെ സമഗ്രമായി സ്വാധീനിക്കുന്ന ആ രഹസ്യമായ ലോകം, അല്ലെങ്കിൽ രഹസ്യമായ ഊർജ കേന്ദ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന്. ഏതാണ് ആ രഹസ്യമായ ഊർജ കേന്ദ്രം? ഞാൻ കുറച്ച് മനസ്സിനെ പറ്റി മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ മനസ്സിനെ പഠിപ്പിക്കുമ്പോഴും മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. അതെല്ലാം ശരിയായാൽ മാത്രമേ ഈ മനസ്സ് പൂർണ്ണമായിക്കോ, അല്ലെങ്കിൽ മനസ്സ് മാത്രം ഒറ്റപ്പെട്ടുന്ന ശരീരം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിനെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ മാത്രമാണ് മനസ്സ് സമാധാനത്തിലെത്താൻ പറ്റുക. യെസ്, പറട്ടെ. എത്ര പേർക്ക് അറിയും നോക്കട്ടെ. യെസ്, മൈൻഡിനെ പറ്റി, മൈൻഡിനെ സ്വാധീനിക്കുന്ന ഘടകത്തെ പറ്റിയാ പറഞ്ഞു.
മനസ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ ശരീരത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന അന്നമയ മനോമയ അതിനകത്തുള്ള ഏതോ ഒരു ശക്തിയുടെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതിനുകൊണ്ടാണ് രഹസ്യ ലോകം എന്ന് പറഞ്ഞത്. ആ ശക്തിയുടെ പേരാണ്, നമുക്കെല്ലാവർക്കും ഊർജ്ജമാണ്, നമ്മളെല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് ഊർജ്ജമാണ്. ഊർജ്ജത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഊർജ്ജം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ പറ്റില്ല. തലയിൽ വേണ്ടത്ര ഊർജ്ജമല്ല കാലിൽ വേണ്ടത്, കാലിലുണ്ടത് മാത്രമല്ല വയറ്റിൽ വേണ്ടത്, വയറ്റിലുണ്ട ഉള്ള ഊർജ്ജമല്ല ചെസ്റ്റിൽ വേണ്ടത്. ഇങ്ങനെ ഊർജ്ജത്തിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇതിന് സയന്റിഫിക്കലി അല്ലെങ്കിലും നമ്മുടെ ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം, നമ്മുടെ എന്താ പറയാ, അതിനപ്പുറത്തുള്ള ചിന്താഗതി പ്രകാരം ഉള്ള ഒരു തത്വത്തിന് പറയുന്ന പേരാണ് ചക്രാസ് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ് അതിനെ പറ്റിയിട്ടാണ്. ഈ ചക്ര എന്തിനാണ്, നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം, എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും സാമ്പത്തികമായ അഭിവൃദ്ധിക്കും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ പോയിന്റ് അല്ലേ, സാമ്പത്തിക അഭിവൃദ്ധി, അതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പറഞ്ഞു കാണിക്കാൻ പറ്റില്ല, ഇങ്ങനെ കൈ കാണിക്കാൻ, ഇത് നോട്ട് കെട്ടാണ്, ഇങ്ങനെ കാണിച്ചു കേട്ടോ, വേറെ ഒന്നുമല്ല കേട്ടോ, നോട്ട് കെട്ട്. സാമ്പത്തികമായ അഭിവൃദ്ധിക്കും കൂടി സഹായിക്കുന്ന ചക്ര സന്തുലനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് സന്തുലിതമാക്കുമ്പോൾ പുരാതനമായി നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ, ഇന്ത്യൻ തത്വചിന്തകളിലും യോഗയിലുമൊക്കെ ചക്രങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം, അവ എങ്ങനെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ അവസ്ഥകളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകണം. എന്തുകൊണ്ടാണ് ഒരാൾക്ക് സാമ്പത്തികമായി ഉന്നമനം വരാത്തത്? അത് അയാൾ എവിടെയാണ് അയാളുടെ ശരീരത്തിൽ ഇൻബാലൻസ് ചെയ്യപ്പെടുന്നത് എന്ന തത്വം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ശരീരത്തിൽ 7 പ്രധാന ഊർജ കേന്ദ്രങ്ങളിലും ഓരോന്നിനു കൊണ്ടും എന്താണ് സംഭവിക്കുന്നത്, അതിന് എങ്ങനെ നമ്മൾ ശരിയാക്കി എടുക്കണം എന്ന് പഠിക്കണം. ഓരോ ചക്രത്തിനും അതിൻ്റെതായ ഒരു നിറവും സ്വഭാവവും സ്വാധീനവും ഉണ്ട് എന്ന് പറയും. എന്തുകൊണ്ടാണ് സ്വാധീനം എടുത്തിട്ട് പറഞ്ഞു വെച്ചാൽ, ആ സ്വാധീനത്തിൽ അടിസ്ഥാനപരമായിട്ടാണ് നമ്മുടെ മാനസിക ആരോഗ്യ പറ്റിയും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയും സാമ്പത്തികമായ കാര്യത്തെ പറ്റിയിട്ടും നമ്മുടെ പഠനത്തെ പറ്റിയിട്ടും ഞാനിപ്പോൾ സംസാരിക്കുന്ന സംസാരം നിങ്ങൾക്ക് ഹൃദിസ്ഥമാകുന്ന എൻ്റെ ശബ്ദത്തിന്റെ സൗകുമാര്യതയെ പറ്റിയിട്ടുമൊക്കെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ പറയുന്നതാണ് ഈ ചക്രാസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ മുഖം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുവെങ്കിൽ, വരുന്നുണ്ടല്ലോ അല്ലെ, ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ്, എന്നെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടോ ഇല്ലേ ഒന്ന് ടൈപ്പ് ചെയ്ത് വരട്ടെ, എന്നാലേ എനിക്കൊരു സന്തോഷം വരുന്നു. അത് കേട്ടിട്ടാണ് എനിക്ക് സന്തോഷിക്കാൻ. അപ്പൊ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്. അതെന്തായിരിക്കും? വരട്ടെ, ടൈപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നോ പറയും, യെസ് ഓർ നോ പറയും. എന്നെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സന്തോഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്ന എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് വരുന്നുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വരില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഷർട്ടിൽ നിന്ന് വരുന്നതാണോ, എന്റെ മുഖത്തു നിന്ന് വരുന്നതാണോ, എന്റെ ചിരിയിൽ നിന്ന് വരുന്നതാണോ? ഇത് വളരെ പ്രധാനമാണ്. അതാണ് എന്റെ ആ പർട്ടിക്കുലർ ചക്ര ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എന്നിലുള്ള ഒരു ഓറ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ആ ഓറ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുമ്പോൾ, നിങ്ങളിലേക്ക് അത് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആൾക്കാർ നമുക്ക് അയാൾ ഒരു പരിചയം ഉണ്ടാവില്ല, കാണുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നും, ഏതാ ഇത് എന്ന് പറയും. പാവം, ഒന്നും അറിയില്ല, ചിലപ്പോൾ അയാൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു അത് നിങ്ങളുടെ ആണോ കുഴപ്പം, അല്ലെങ്കിൽ കാണുന്നവന്റെ ആണോ കുഴപ്പമല്ല, ആ വ്യക്തിയുടെ ആണോ എന്നൊന്നും ഇപ്പൊ നിർവചിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകാറുണ്ട് എന്നുള്ളത്. ഇതിന്റെ സയന്റിഫിക് ഒന്നും ചോദിച്ചാൽ അതിനൊക്കെ വേറെ രീതിയിലേക്ക് മറുപടി പറയും കേട്ടോ. ഇതിപ്പോ ഞാൻ അതിനെപ്പറ്റി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെയൊക്കെ സയന്റിഫിക് വശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, കൃത്യമായിട്ട് അതിനൊക്കെ നിർവചനങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിൽ 7 പ്രധാന കേന്ദ്രങ്ങളെ, ഊർജ കേന്ദ്രങ്ങൾ അറിയണം. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളെ പറ്റി അറിയണം. മൂലാധാര ചക്രം തൊട്ട് മുകളിലോട്ടുള്ള സ്വാധിഷ്ഠാന ചക്രം, അതുപോലെ തന്നെ മണിപ്പൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, അജ്ഞാചക്രം, സഹസ്രാര ചക്രം വരെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ മുകളിലോട്ട് സന്തുലനപ്പെടുത്തി പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സന്തുലനമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥകളെ പറ്റിയൊക്കെ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം. അപ്പോൾ പുരാതനവുമായ ഇത് പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്ന അല്ലാതെ വേറെ വഴികളൊന്നുമില്ല. നമ്മൾ അറിവിലൂടെ, നമുക്കറിയാലോ, അന്നമയ മനോമയ വിജ്ഞാനമയ
കോശത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ആനന്ദമയ കോശത്തിലേക്ക് എത്താൻ പറ്റുക. അനന്തമയ കോശത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് സംജാതമാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ അറിയണം, ഈ കിടക്കുന്ന സാധനത്തെ അറിയണം, എന്നിട്ട് അതിനകത്തുള്ള മറ്റൊരു ബോഡിയെ അറിയണം. അത് കഴിഞ്ഞിട്ട് വിജ്ഞാനം എന്ന് പറയുന്ന അണ്ടകടാകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ അറിവിനെ അറിയണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാന സംതൃപ്തി എന്ന് പറയുന്ന അതിലിങ്ങനെ ചിറകൊന്നും ഇല്ലാതെ പറന്നു പോകണ്ടേ, ചിറകൊന്നും വെച്ചിട്ടല്ല, ചിറകില്ലാതെ പറന്നു പോകുന്ന അവസ്ഥയിൽ എത്താൻ പറ്റുള്ളൂ. ഇതാണ് തത്വം. അപ്പൊ നമ്മൾ ആദ്യത്തെ ബോഡി രണ്ടാമത്തെ ബോഡി പഠിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തേലേക്ക് പറയാൻ പറ്റും. ഇതൊരു പ്രോസസ്സാണ്. ഇത് പുരാതനവും മനഃശാസ്ത്രപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ പാരമ്പര്യമായ ഗുണങ്ങളുണ്ട്. യോഗയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ആയുർവേദ ചികിത്സാ വിധിയിലൂടെ ചക്രത്തെ സന്തുലനമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഞാനൊരു ആയുർവേദിക് വിദഗ്ധനല്ലാത്തതുകൊണ്ട് ആയുർവേദം തൽക്കാലം മാറ്റിവെക്കുന്നു. നമുക്ക് യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. ഇതിലൂടെ നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും? അതിലൂടെ നമുക്ക് ശരിയായ ഊർജ പ്രവാഹവും ആത്മീയ ഉണർവും നൽകിക്കൊണ്ട് നമുക്കെല്ലാം എവിടെ എത്തണമല്ലോ, ആ മോക്ഷപ്രാപ്തി എങ്ങനെയാണ് സാധിക്കുക എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഒന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ മൂന്നാലെണ്ണം ഞാൻ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംഭവമാണ് സമ്മർദ്ദം, അല്ലെങ്കിൽ എന്താ പറയാ, ആങ്സൈറ്റി. അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി കടുകട്ടി പറഞ്ഞ ആൾക്കാർ സാറേ ഞാൻ ഡിപ്രഷൻ മൂഡിലേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു പറയുന്നു അല്ലെ. ഞാൻ പോയി, ഡിപ്രഷൻ മൂഡിലേക്ക് പോയി എന്ന് പറയുന്ന ആൾക്കാർ. ഉത്കണ്ഠ അല്ലെ, വിഷാദം. എന്താണ് വിഷാദം? വിഷാദം ഭയങ്കര രസമുള്ള കാര്യമാണ്. ലോൺലെസ്, ഒന്ന് ആരുമില്ലായ്മ. ഞാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം, ആരും എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊരു സുഖമുള്ള സാധനമാണ്. പക്ഷെ ഇത് ഞാൻ അറിയുന്നതിന് മുമ്പ് ആണെങ്കിൽ ഭയങ്കര വിഷയമാണ് വിഷാദം. പക്ഷെ ഇപ്പോ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനന്ദമാണ്. ഒന്ന് കിട്ടുമോ എന്ന് ആലോചിച്ചു. ഞാനിപ്പോ ആലോചിച്ചു, വൈഫ് പോയ ഇവരെന്നാ ഒന്ന് നാട്ടിൽ പോകുന്ന വിചാരിച്ചിരിക്കുക, ഒറ്റയ്ക്കിരിക്കാൻ പറ്റിട്ട്. ഇങ്ങനെയുള്ള അവസ്ഥ. അത് രണ്ടും ഒരേ സാധനത്തിന് രണ്ട് വശങ്ങളാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. ഒറ്റയ്ക്കിരിക്കാൻ കിട്ടും, ഒറ്റയ്ക്ക് ജീവിതം എന്ത് സുഖാന്നറിയാ. അപ്പോ അത് മനഃശാസ്ത്രപരമായി ഈ ചക്രയുടെ ഒരു വിഷയമാണ്. സമ്മർദ്ദത്തിൽ നമ്മൾ ഏർപ്പെടുക, അല്ലെങ്കിൽ ഉത്കണ്ഠയിലാകുക, വിഷാദത്തിലാകുക. ഇത് കുറക്കണമെങ്കിൽ ചക്രായുസിലൂടെ നമുക്ക് പറ്റും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വികാരങ്ങൾ എന്താണ്? ഭർത്താവ് ഒന്ന് പറഞ്ഞു, ഭാര്യ രണ്ടാമത്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു അടിപിടി ഉണ്ടായി. ഞാൻ വായിച്ചങ്ങ് ചിരിച്ചുപോയി. ഭയങ്കര രസമുള്ള കാര്യം. പേപ്പറിലൊക്കെ വലിയ വെണ്ടക്കഷത്തിൽ വന്നു. ഭർത്താവ് പുതിയ ഷർട്ട് മേടിച്ചു വന്നു, ഭാര്യ പെണ്ണ് കൊണ്ടുപോയിട്ട് ഷർട്ടിൽ 2 വര അടിച്ചു. അടിയോടടി. അപ്പൊ എന്തിനാണ് ഞാനിരുന്ന് അടിച്ചു, എന്തിനായിരിക്കും ഭാര്യ ഇത് ഷർട്ടിൽ പോയിട്ട് വരച്ചിട്ടുണ്ടാവുക അല്ലേ? ഞാനത് ആലോചിച്ച് എനിക്കൊരു പിടി കിട്ടിയില്ല. എന്തായിരിക്കും കാരണം? വിഷേദോവികാരം വന്നു. അപ്പോ ഇതൊക്കെ വികാരത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഒരു വികാരത്തിന് എന്തെങ്കിലും വികാരം ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്തെടുക്കണം, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ശ്രദ്ധയില്ലായ്മ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, 2 കോഴ്സ് ജോയിൻ ചെയ്തു, അവിടെ രണ്ടാമത്തെ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ എത്ര പോയാലും അത് അവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം, കാണുന്നുമുണ്ട്. പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രദ്ധയില്ലായ്മ. ഒന്നുമില്ല, ആർക്കും ഒരു ദോഷമില്ലാത്ത കാര്യമാണ്. അത്രയും മൈന്യൂട്ടായ ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചിരിക്കുന്ന ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ശ്രദ്ധയില്ലായ്മയാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. മറ്റൊന്ന് വലുതാണ്ടിരിക്കട്ടെ, അതൊക്കെ ഞാൻ തൽക്കാലം പറഞ്ഞു. അപ്പോ ആ ഇതിനെ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും നൽകുന്നതായിരിക്കും ഇത്തരം കാര്യം. അതുപോലെ തന്നെ ഉറക്കം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന വിഷയമാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഏറ്റവും അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഉറക്കം. എപ്പോ കിടന്നു അപ്പോൾ ഉറങ്ങി, എപ്പോ എഴുന്നേറ്റു അപ്പോഴും ഉറക്കം പോയി, രണ്ടും വിഷയം. അതുപോലെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം, ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. അതുപോലെ ഞാൻ ഇതിന്റെ ഈ ചക്ര ബാലൻസ് ആയാലുള്ള മനഃശാസ്ത്രപരമായ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മാനസിക ശക്തിയും പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. ഇത് കുറെ പറയാൻ നിന്ന ഒരുപാട് പറയാനുണ്ടാവും. സോ ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ് ദ ക്ലാസ് ടുഡേ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇത്രയേ ഉള്ളൂ. ചക്ര സന്തുലനം നടത്തേണ്ടത് ഒരു പ്രോസസ്സാണ്. അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം വല്ലാത്ത രീതിയിൽ മാറ്റപ്പെടും. ചിലപ്പോ നമ്മൾ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പോലെ അറിയാതിരിക്കുമല്ലോ, സ്ട്രക്കായി കിടക്കും. എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടും. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തൊട്ടതെല്ലാം അബദ്ധങ്ങളാണ്. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തൊട്ടതെല്ലാം അബദ്ധം. എല്ലാ ക്ലാസ്സുകളും പഠിച്ചു, ഒക്കെ ചെയ്തു, പക്ഷെ എന്തെടുത്താലും അബദ്ധം. ഒരു ലോട്ടറി അടിക്കുകയോ ഒരു വീട് വെച്ചാൽ ആ കുറച്ച് ദിവസം വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, അത് വിൽക്കേണ്ടി വരും. അങ്ങനെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലിസ്റ്റ് പറയാനുണ്ടാവും. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുന്നത്?
അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഏത് ചക്രയിലാണ് വിഷയമെന്നും. അതേ സംഭവം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തരാം. സാമ്പത്തികമായിട്ട് എപ്പോഴും ദാരിദ്ര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മറ്റൊന്നും നോക്കേണ്ടതില്ല, 2 ചക്ര ഇംബാലൻസ് ആയിരിക്കും. ആ 2 ചക്ര മാത്രം കറക്റ്റ് ചെയ്യാൻ രക്ഷപ്പെടും. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ അയാൾ ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമാണ് വലിയത്. അതിന് വലിയ ബുദ്ധിശക്തികൾ എത്രയോ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ദൈവീകമായിട്ട് പോയ എത്രയോ ആൾക്കാരുണ്ട്. സാമ്പത്തികമായി തീരെ ഇല്ലാത്ത ആൾക്കാർ. എന്തുകൊണ്ടാ? നല്ല പ്രാസംഗികനാണ്, നന്നായിട്ട് വാഗ്മിയാണ്, നന്നായി സംസാരിക്കാൻ പറ്റും. പക്ഷെ 10ന്റെ പൈസ കയ്യിലെടുക്കാനില്ല. എന്തുകൊണ്ടായിരിക്കും? നന്നായി സംസാരിക്കുന്ന ഒരാൾക്ക് നല്ല വിശുദ്ധി ചക്രം നല്ലതാണ്. ചില ആൾക്ക് നല്ല ജ്യോതിഷ്യനായിരിക്കും, അല്ലെങ്കിൽ ദൈവജ്ഞനായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ 10ന്റെ പൈസ കയ്യിലില്ല. ഇല്ലേ? തേർഡ് ഐ ആക്ടിവിറ്റി ചെയ്താലാണ് നല്ല ജ്യോതിഷൻ ദൈവജ്ഞനൊക്കെ ആവാൻ പറ്റുക. തേർഡ് ഐ ആക്ടിവിറ്റി, ദിവ്യജ്ഞാനം അല്ലെങ്കിൽ പ്രിഡിക്ഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാവുക. പക്ഷെ കാശ്, അതിന് വേറൊരു ചക്ര ബാലൻസ് ആവണം. ഇങ്ങനെ ഇത് മനസ്സിലാക്കണം, അതിനനുസരിച്ച് ചെയ്യണം. അപ്പൊ ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാകും. ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചക്ര കറക്റ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രോസസ്സായിട്ടൊന്നും ആരും എടുക്കണ്ട. ഇതൊരു ദിനചര്യയാണ്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത്രയും കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷനിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനകത്തെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദിവസവും ജീവിതത്തിൽ യോഗയും ധ്യാനവും ചെയ്യുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുപോലെ തന്നെ ചക്രായിട്ട് മാത്രമായിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അത് ചെയ്യുക. ഓരോ ചക്രത്തെയും ആക്ടിവേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. ആ മെഡിറ്റേഷൻസ് നമുക്ക് 2 മെഡിറ്റേഷൻ അതുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളിലുണ്ട്. ഒന്ന് 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് 7 ചക്ര മെഡിറ്റേഷൻ ഉണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് 7 എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് എല്ലാ ചക്രങ്ങളും വേണ്ട. ചില ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്വാധിഷ്ഠാന ചക്രവും അല്ലെങ്കിൽ അനാഹത ചക്രവും ഒക്കെ നല്ലതായിരിക്കും. പക്ഷെ റൂട്ട് ചക്ര മോശമായിരിക്കും. അല്ലെങ്കിൽ ദൈവികത ഉണ്ടാവില്ല. സഹസ്രാര ചക്രം മോശമായിരിക്കും. അപ്പൊ ആ മെഡിറ്റേഷൻ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് 7 ചക്രാസിനെ 7 എലിമെന്റ്സ് എന്നുണ്ട്. അത് ഓരോ ചക്രക്കും ഓരോ എലിമെന്റ്സ് ഉണ്ട്. അതുമായി കണക്ട് ചെയ്തിട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് എല്ലാം മറിച്ചു എന്ന് കരുതരുത്. അതിനപ്പുറത്തുമുള്ള നമ്മുടെ ബോഡിയിലുള്ള അസ്ട്രൽ ബോഡിയിലുള്ള കുറെ വിഷയങ്ങൾ കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുന്ന രീതിയിൽ പറയാം. നിങ്ങൾക്ക് വേണ്ടി ഒരു 7 ഡേയ്സിന്റെ 7 എലിമെന്റ്സ് 7 ചക്ര മെഡിറ്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ മുതൽ 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള 7 ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് 10:45 വരെയുള്ള സമയത്ത് നമ്മൾ വീണ്ടും ഒരുപാട് നമ്മൾ പങ്കെടുത്ത ആൾക്കാരുടെ അഭിപ്രായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. 7 ഡേയ്സ് ചക്രാസിന്റെ മെഡിറ്റേഷൻ വെക്കുന്ന ക്ലാസ്സുകളല്ല, മെഡിറ്റേഷൻ ഡയറക്റ്റ് മെഡിറ്റേഷൻ ആണ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. ലിമിറ്റഡ് ആയ ആൾക്കാരെ എടുക്കുള്ളൂ, എല്ലാവരെയും എടുക്കില്ല. കാരണം അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എല്ലാവരും നമ്മൾ അറിയുന്ന ആളായിരുന്നല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് പ്രൊസീജിയർ നമ്മുടെ അഡ്മിനെ വിളിച്ച് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരാം എന്നുണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും പറ്റില്ല. കാരണം എല്ലാവരും എടുക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ അതിനകത്തുണ്ട്. പിന്നെ കുറച്ച് സീറ്റുകൾ ലിമിറ്റഡ് ആണ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും താല്പര്യമുള്ള ആൾക്കാർ ഡെഡിക്കേറ്റഡ് ആയിട്ട് 7 ദിവസം ചെയ്യാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാൾ, ആത്മാർത്ഥമായി ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. അവരെല്ലാം ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കും. ജോയിൻ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് ചോദിക്കുന്നവർ, യൂട്യൂബ് വീഡിയോ കാണുന്നവർ യൂട്യൂബ് ചോദിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റായിട്ട് വരും. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാം എന്നാണ് അറിയിക്കാനുള്ളത്. അതാണ് ഒന്നാമത് പറയാം. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും മെഡിറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഡെയിലി നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ 1 മാസം മെഡിറ്റേഷൻ ചെയ്തു, അടുത്ത മാസം ചെയ്യില്ല, പിന്നെ 3 മാസം കഴിഞ്ഞ് ചെയ്തു, പിന്നെ അടുത്ത മാസം ചെയ്തില്ല. ഇങ്ങനെ ചെയ്യരുത്. മെഡിറ്റേഷൻ എന്നൊരു സാധനാ കർമ്മമാണ്, ഒരു റിച്വലാണ്. അതായത് നിങ്ങൾ എന്നും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിർത്തിപ്പോകരുത്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വരരുത് എന്ന് പറയാനൊന്നും ശരിയല്ലല്ലോ. പക്ഷെ നിങ്ങൾ തന്നെ അറിയുക, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വളരെ ചെറിയൊരു ഫീസ് മാത്രമല്ലേ മെഡിറ്റേഷൻ ചാർജ് ചെയ്യുന്നുള്ളൂ. ഒരു മാസത്തെ ക്ലാസ്സിന് ആകെ ഞാൻ 444 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നു. ഇതിനേക്കാളും കുറച്ച് എവിടെയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വളരെ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, കഴിയുന്നത് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ദിവസം പറ്റുന്നില്ലേ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് വേറെ സാഹചര്യങ്ങളുണ്ടോ, ഒരു വിഷയമില്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ മെഡിറ്റേഷൻ ലിങ്ക് നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ എനേബിൾ ചെയ്ത് തരാം. അതിൽ 10ഓളം മെഡിറ്റേഷൻസ് ആപ്പിനകത്തുണ്ട്. അത് പ്ലേ ചെയ്യാം. നിങ്ങൾ എവിടെയെങ്കിലും യാത്രയിലൊക്കെ ആണെങ്കിൽ
ആ യാത്രയും ചെയ്തോളൂ. നമ്മൾ സൂമിൽ ലൈവ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മുമ്പ് എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് തന്നെ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പേഴ്സണലായി ഇതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡിസ്കഷന് വേണ്ടി ഓപ്പൺ ആവുന്നു. ഈ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യാണ് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, യൂട്യൂബുകാരോടാണ്, ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് ചാനൽ വീണ്ടും കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങളുടേതാണ്, നിങ്ങളാണ് ഇതിനെ വളർത്തേണ്ടത്. ഞാൻ ഏതൊക്കെ പുതിയ എന്തെങ്കിലും നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് ചോദിക്കുക. അതിനനുസരിച്ചുള്ള വീഡിയോസും തരും. ഇനി കുറച്ച് വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ ചാനലിൽ കാണും. കുറച്ച് സയന്റിഫിക് ടെമ്പറൊക്കെ ഉള്ള ഈ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. കാരണം നമ്മൾ എല്ലാത്തിനെയും ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറില്ല. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുപോലെ UK കാണുന്നവർക്കുള്ള, UK UAE മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്കുള്ള സന്തോഷ വാർത്ത, ഒക്ടോബർ മാസം മുതൽ നമ്മൾ വീണ്ടും UK വേണ്ടിയിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വേണമെങ്കിൽ രാവിലെ നമ്മളെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. ശനിയാഴ്ച രാവിലെ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരോടും, യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.